ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശി വരുന്നു. ഉൽപ്പന്ന ഏകാദശി. ഏകാദശി തിഥി ആരംഭിക്കുന്നത് നവംബർ 26 അതിരാവിലെ 1 മുതൽ നവംബർ 27 വെളുപ്പിനെ 3:47 വരെയാണ്. അതുകൊണ്ട് ഏകാദശിയായി നമ്മൾ ആചരിക്കുമ്പോൾ 2 ദിവസമായിട്ടാണ് വരുന്നത്. വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് ഏകാദശിയായി വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് ആചരിക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിശ്ചയിക്കാം. 2 ദിവസത്തെയും പാരണാസമയവും ഞാൻ പറയാം. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഏത് ദിവസമാണോ നമുക്ക് പൂർണ്ണമായ വ്രതത്തിലിരിക്കാൻ സാധിക്കുന്നത് ആ ദിവസം ചെയ്യാം. അതല്ല 2 ദിവസവും നമ്മൾ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് അതും പറഞ്ഞു തരാം. വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് കേരളത്തിൽ ഏകാദശിയായി ആചരിക്കുന്നത് 27-ാം തീയതിയാണ്. 27-ാം തീയതി ഏകാദശിയായി നമ്മൾ ആചരിക്കുമ്പോഴും 26-ാം തീയതിയും ഏകാദശി തിഥി പകൽ പൂർണ്ണമായിട്ടുമുണ്ട്. 25-ാം തീയതിയാണ് ദശമി തിഥി. ദശമി തിഥിയിൽ, അതായത് 25-ാം തീയതി ഒരിക്കൽ ഉണ്ട്. രാവിലെ ഗോതമ്പോ മറ്റെന്തെങ്കിലുമോ കഴിച്ച് വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പ് പഴങ്ങൾ എന്തെങ്കിലും കഴിച്ച് നമ്മുടെ വ്രതം തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. അതായത് ദശമി തിഥിയായ 25-ാം തീയതി. ഇനി 26-ാം തീയതി പൂർണ്ണമായ ധാന്യഭക്ഷണങ്ങൾ ഒഴിവാക്കി പഴങ്ങൾ കഴിച്ചിരിക്കുന്നത്, പാല് കുടിച്ചിരിക്കാം. ഈ വിധം നമ്മൾ ഏകാദശി പോലെ തന്നെ ആ ഒരു ആഹാരക്രമം പിന്തുടർന്നിരിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി വേണമെങ്കിൽ 27-ാം തീയതി നമുക്ക് പാരണ വീടാം. അതല്ലെങ്കിൽ 27-ാം തീയതിയും കൂടി ആ വ്രതാനുഷ്ഠാനത്തിൽ തന്നെ ഇരുന്ന് 28-ാം തീയതി വൈഷ്ണവ ഏകാദശി സമ്പ്രദായമനുസരിച്ച് പാരണ വീടാം. ഓരോ സ്ഥലങ്ങളിലും എന്നൊക്കെ ഏകാദശികൾ ഉണ്ടെന്നും പാരണാ സമയങ്ങൾ എപ്പോഴാണെന്നും ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. അപ്പോൾ ഈ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. 2 ദിവസമായിട്ട് വരുന്നത് കൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 25-ാം തീയതി ഒരു നേരം അരിഭക്ഷണം കഴിച്ച് ഒരിക്കലുണ്ട് ഇരുന്ന് 26-ാം തീയതിയും വ്രതാനുഷ്ഠാനത്തിൽ തന്നെ ഇരിക്കുക. അതായത് ധാന്യഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കിയിരിക്കുക. 27-ാം തീയതിയും അങ്ങനെ തന്നെ ഇരുന്നിട്ട് 28-ാം തീയതി വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് പാരണ വീടുക. ഇതാണ് കേരളത്തിലുള്ളവർ ചെയ്യേണ്ടത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് അതാത് സ്ഥലങ്ങളിലെ പാരണാസമയം പറയുന്ന സമയത്ത് ആ കൂട്ടത്തിൽ പറഞ്ഞു തരാം. ഇനി എങ്ങനെയാണ് ഏകാദശി എടുക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് ഏകാദശിക്ക് ഒരു വിധത്തിലുള്ള ധാന്യഭക്ഷണങ്ങളും കഴിക്കില്ല. അതായത് ചെറുപയർ, കടല, റാഗി, ഗോതമ്പ്, തിന, റവ, മൈദ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ കഴിക്കില്ല. ബിസ്ക്കറ്റ്, അതുപോലെ ബ്രെഡ് ഇതൊന്നും കഴിക്കില്ല. കാരണം ഇതൊക്കെ ധാന്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, അതായത് അനുവദിച്ചിട്ടുള്ള പദാർത്ഥങ്ങളെന്ന് പറയുന്നത് പാലുൽപ്പന്നങ്ങൾ നമുക്ക് കഴിക്കാം, നിലക്കടല കഴിക്കാം, അതായത് കപ്പലണ്ടി നമുക്ക് കഴിക്കാം, ചൗവരി സാബുദന നമുക്ക് കഴിക്കാം, പിന്നെ ഭൂമിക്കടിയിലുണ്ടാകുന്ന പച്ചക്കറികളൊക്കെ ധാരാളമായിട്ട് നമുക്ക് കഴിക്കാം. കപ്പ കഴിക്കാം, ചേമ്പ്, കാച്ചിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാം, പച്ചക്കറികൾ കഴിക്കാം, പഴവർഗ്ഗങ്ങൾ കഴിക്കാം. ഇതൊക്കെയാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ
വ്രതാനുഷ്ഠാനത്തിലിരിക്കാം. പച്ചക്കറികളൊക്കെ കൊണ്ട് നമുക്കൊരു പുഴുക്കുണ്ടാക്കി കഴിക്കാം. പക്ഷേ കടുക് വറുത്ത് നമ്മൾ ഉപയോഗിക്കാറില്ല, വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയാണ് സാധാരണയായി ഏകാദശി എടുക്കുന്നത്. ഉപവസിക്കാം. ഉപവസിക്കുന്നവർക്ക് അതല്ലെങ്കിൽ ജലം മാത്രം കുടിച്ചിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വ്രതക്രമം രൂപീകരിക്കുക. പരമാവധി സമയം നാരായണ നാമം ജപിക്കുക. ഇനി പീരീഡ്സ് ഉള്ളവർക്കാണെങ്കിൽ പോലും ഇതേ ഭക്ഷണക്രമത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ല, വിളക്ക് കത്തിക്കാൻ പറ്റില്ല എന്നത് മാത്രമേ ഉള്ളൂ. വ്രതഭക്ഷണം കഴിച്ച് ബ്രഹ്മചര്യം പാലിച്ച് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് പ്രാർത്ഥനയിൽ മുഴുകി ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ഏത് സമയത്തും നമുക്ക് ജപിക്കാം. ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ഏത് സമയത്തും നമുക്ക് ജപിക്കാം. അങ്ങനെ ജപിച്ച് പ്രാർത്ഥിച്ച് പാരണ വീടേണ്ടുന്ന സമയം, പാരണ വീടുക എന്ന് പറയുന്നത് വ്രതം അവസാനിപ്പിക്കുന്നതിനെയാണ് പറയുന്നത്. പീരീഡ്സ് ഇല്ലാത്തവർക്ക് ക്ഷേത്രത്തിൽ പോയി തീർത്ഥം മേടിച്ചു കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ വീട്ടിലിരുന്നാണ് ചെയ്യുന്നതെങ്കിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് കിണ്ടിയിൽ വെച്ചിരിക്കുന്ന തീർത്ഥം സേവിച്ച് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. ഭഗവാന് നൈവേദ്യങ്ങൾ സമർപ്പിക്കണം. പഴങ്ങളോ പാലോ അങ്ങനെ എന്തെങ്കിലും നൈവേദ്യങ്ങൾ ഭഗവാന് സമർപ്പിക്കാം. അതും നമുക്ക് വ്രതം അവസാനിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. പീരീഡ്സ് ആയിരിക്കുന്നവർ എങ്ങനെ അവരുടെ വ്രതം അവസാനിപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, അവരുടെ മുറിയിലിരുന്ന് നാമം ജപിക്കുക. അതിനുശേഷം ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളം അന്നത്തെ ദിവസം തിളപ്പിച്ച് കുടിച്ച് അവരവരുടെ വ്രതം അവസാനിപ്പിക്കാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൂർണ്ണമായ വ്രതത്തിന് ഫലം ലഭിക്കണമെങ്കിൽ ഏകാദശി ദിവസം വ്രതകഥ കേൾക്കണം. അതല്ലെങ്കിൽ വ്രതകഥ പാരായണം ചെയ്യണം. അപ്പം ഇപ്പോൾ നിങ്ങൾ വ്രതകഥ കേട്ടോളൂ, ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഏകാദശി ദിവസങ്ങളിൽ ഈ കഥ വീണ്ടും ഒന്നും കൂടെ കേൾക്കണം. എങ്കിൽ മാത്രമേ വ്രതത്തിന് പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ എന്നാണ് ഭഗവാൻ ശ്രീഹരി പറഞ്ഞു തരുന്നത്. ഭഗവാൻ ശ്രീഹരി ഈ ഉൽപ്പന്ന ഏകാദശിയുടെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അർജുനനോടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാൻ ഇപ്രകാരമാണ് പറയുന്നത്: ഭഗവാനിൽ വിശ്വാസമുള്ളവർ ഈ വ്രതകഥ സ്നേഹത്തോടുകൂടി കേൾക്കുകയും ഇഹലോകത്ത് അനേകം സുഖങ്ങൾ ആസ്വദിച്ച് ഒടുവിൽ വൈകുണ്ഠത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. മാർഗശീർഷ മാസമായ ഹേമന്ത ഋതുവിൽ കൃഷ്ണപക്ഷ ഏകാദശി തിഥിയിൽ ഉപവസിക്കണം. ദശമി സന്ധ്യയിൽ ഭക്ഷണം കഴിക്കരുത്. ഏകാദശി ദിനത്തിൽ രാവിലെ കുളിച്ചു നെറ്റിയിൽ കളഭം അല്ലെങ്കിൽ ചന്ദനം ചാർത്തണം. ധൂപം, ദീപം, നൈവേദ്യം എന്നിവ കൊണ്ട് ഭഗവാനെ ആരാധിക്കണം. പുണ്യകർമ്മങ്ങൾ ഭക്തിയോടുകൂടി ചെയ്യണം. ബ്രഹ്മചര്യം പാലിക്കണം. ദാനം ചെയ്യണം. പാപങ്ങൾക്ക് ക്ഷമ ചോദിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഉൽപ്പന്ന ഏകാദശി ദിവസം മാത്രമല്ല, എല്ലാ ഏകാദശികളിലും ചെയ്യണം. പ്രത്യേകിച്ച് ഉൽപ്പന്ന ഏകാദശി ദിവസം ചെയ്യണം. കാരണം ഈ ഏകാദശിക്ക് വലിയ പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾക്ക് കഥ കേൾക്കുമ്പോൾ മനസ്സിലാകും. കഥ ഇപ്രകാരമാണ്. ഇതും ശ്രീഹരി വിഷ്ണു അർജുനന് പറഞ്ഞു കൊടുക്കുന്നതാണ്. സത്യയുഗത്തിൽ ഒരു അസുരനുണ്ടായിരുന്നു. ആ അസുരൻ്റെ പേര് മുരൻ എന്നായിരുന്നു. മുരാസുരൻ ഇന്ദ്രനെയും മറ്റു ദേവന്മാരെയും പരാജയപ്പെടുത്തി സ്വർഗത്തിൽ നിന്നും പുറത്താക്കി. അങ്ങനെ ദേവന്മാർ തങ്ങളുടെ സങ്കടം പറയുന്നതിനായിട്ട് മഹാദേവനെ സമീപിക്കുന്നു. കൈലാസത്തിലെത്തി മഹാദേവനെ കണ്ട് നമസ്കരിച്ച് ഞങ്ങളെ രക്ഷിക്കണം, അസുരൻ്റെ ഈ തരത്തിലുള്ള ഉപദ്രവത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്നു ദേവന്മാരോട്, മുരാസുരനിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നതിന് ശ്രീഹരിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വൈകുണ്ഠത്തിൽ പോയി ശ്രീഹരിയെ കണ്ട് സങ്കടം ഉണർത്തിക്കുക എന്ന്. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി വൈകുണ്ഠത്തിലെത്തുകയും ശ്രീഹരിയോട് തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ശ്രീഹരി അപ്രകാരമാകട്ടെ എന്ന് ദേവന്മാർക്ക് ഉറപ്പു കൊടുക്കുകയും അങ്ങനെ മുരാസുരനോട് യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ യുദ്ധം ആരംഭിക്കുന്നു. 1000 വർഷം ദ്വന്ദ്വയുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത്.
പക്ഷേ ആരും വിജയിച്ചില്ല. അങ്ങനെ മഹാവിഷ്ണു തൽക്കാലം ആ യുദ്ധത്തിൽ നിന്നും പിന്മാറുകയും കുറച്ചുനേരം വിശ്രമിക്കണമെന്ന് കരുതി മഹാവിഷ്ണു ബദരികാശ്രമത്തിലെ ഹേമാവതി എന്ന ഗുഹയിൽ പ്രവേശിക്കുകയും അവിടെ വിശ്രമിക്കുകയും ചെയ്യുന്നു. മഹാവിഷ്ണുവിനെ അന്വേഷിച്ച് മുരാസുരൻ അവിടെ എത്തിച്ചേരുന്നു. മുരാസുരൻ കാണുന്നത് ബദരികാശ്രമത്തിലെ ഹേമാവതി എന്ന ഗുഹയിൽ ശ്രീഹരി വിഷ്ണു ശയനം ചെയ്യുന്നതാണ്. ഇതുതന്നെ അവസരം എന്ന് ചിന്തിച്ച് മുരാസുരൻ ശ്രീഹരിയെ വധിക്കാനായി തയ്യാറാകുന്നു. ആ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്നും ദിവ്യവസ്ത്രം ധരിച്ച അതിസുന്ദരിയായ ഒരു ദിവ്യമായ പെൺകുട്ടി ഉയർന്നു വരുന്നു. ശ്രീഹരിയുടെ ശരീരത്തിൽ നിന്നും ജനിച്ച ആ ദിവ്യമായ പെൺകുട്ടി മുരാസുരനെ വെല്ലുവിളിച്ചു. ഈ പെൺകുട്ടി എവിടെ നിന്ന് വന്നു എന്ന് മുരാസുരൻ അത്ഭുതപ്പെട്ടു. എങ്കിലും അവർ തമ്മിൽ ഗുസ്തി യുദ്ധം നടത്തുന്നു. ഒറ്റ അടിയിൽ തന്നെ മുരാസുരൻ ബോധരഹിതനായി നിലത്തു വീഴുന്നു. ബോധം പോകുന്നതിനു മുമ്പ് തന്നെ മുരാസുരൻ്റെ തല ഈ സുന്ദരിയായ പെൺകുട്ടി വെട്ടിവീഴ്ത്തുന്നു. അങ്ങനെ മുരാസുരൻ മരിച്ചു വീഴുന്നു. അപ്പോഴേക്കും ശ്രീഹരി ഉണരുന്നു. ശ്രീഹരി നോക്കുമ്പോൾ മുരാസുരൻ മരിച്ചു കിടക്കുന്നു. അത് കണ്ട് മഹാവിഷ്ണു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ച് ചുറ്റും നോക്കിയപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടി കൈകൂപ്പി നിൽക്കുന്നു. ആരാണ് മകളെ നീ എന്ന് ശ്രീഹരി ചോദിക്കുമ്പോൾ, ഭഗവാനെ, അവിടുത്തെ ശരീരത്തിൽ നിന്നും ജനിച്ചവളാണ് ഞാൻ എന്ന് ഈ പെൺകുട്ടി പറയുന്നു. ആ പെൺകുട്ടിയാണ് മുരാസുരനെ വധിച്ചതെന്ന് ശ്രീഹരി മനസ്സിലാക്കുകയും എന്തു വരം വേണമെന്ന് അവളോട് ചോദിക്കുകയും ചെയ്തു. ആ പെൺകുട്ടി ഇപ്രകാരം പറഞ്ഞു: ഭഗവാനെ, എനിക്ക് വേണ്ടി വ്രതം അനുഷ്ഠിക്കുന്നവൻ്റെ എല്ലാ പാപങ്ങളും നശിക്കുകയും അവസാനം അവൻ സ്വർഗം പ്രാപിക്കുകയും ചെയ്യണം. ഒരു നേരം ഭക്ഷണം കഴിച്ച് എന്നെ പ്രാർത്ഥിക്കുന്നവർ വൈകുണ്ഠലോകം പ്രാപിക്കണം. എന്നെ ഭജിച്ചു ജീവിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ സമ്പത്തും ധാന്യങ്ങളും നിറഞ്ഞിരിക്കണം. ഇതാണ് ആ പെൺകുട്ടി പ്രാർത്ഥിച്ചത്. അങ്ങനെ ആകട്ടെ എന്ന് ശ്രീഹരി അനുഗ്രഹിച്ചു. ശ്രീഹരി ഇപ്രകാരം അരുളി ചെയ്തു: നീ പ്രശസ്തയായും ഏകാദശി ദിവസത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനാൽ നിന്റെ നാമം ഏകാദശി എന്ന് ആയിത്തീരുകയും ചെയ്യട്ടെ. ഈ ദിവസം നീ എൻ്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ചതിനാൽ, അതായത് എൻ്റെ ഒരു ഉൽപ്പന്നം തന്നെയായതിനാൽ ഈ ദിവസത്തെ ഏകാദശിക്ക് ഉൽപ്പന്ന ഏകാദശി എന്ന് അറിയപ്പെടുകയും ചെയ്യട്ടെ. ഇപ്രകാരം ആ പെൺകുട്ടിയെ അനുഗ്രഹിച്ചതിനു ശേഷം ശ്രീഹരി അപ്രത്യക്ഷനായി. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് വീണ്ടും പറഞ്ഞു: പാണ്ഡുപുത്ര, എല്ലാ വ്രതങ്ങളെക്കാളും എല്ലാ തീർത്ഥാടനങ്ങളെക്കാളും ഫലം ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എന്നതാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഏതൊരുവൻ്റെയും ശത്രുക്കളെ ഞാൻ നശിപ്പിക്കും. അവർക്ക് മോക്ഷം പ്രദാനം ചെയ്യും. 1000 അശ്വമേധ യാഗത്തിനു തുല്യമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. ഇതാണ് ശ്രീഹരി അർജുനന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ എത്രത്തോളം പ്രത്യേകതയുള്ള ഏകാദശിയാണ് ഉൽപ്പന്ന ഏകാദശി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏകാദശി വ്രതം പൂർണ്ണമാകണമെങ്കിൽ ഏകാദശി വ്രതകഥ കേൾക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യണം. എങ്കിൽ മാത്രമേ ഏകാദശി വ്രതം പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ കഥ കേട്ടാലും ഏകാദശി ദിവസങ്ങളിൽ വീണ്ടും ഈ കഥ ഒന്നുകൂടി കേൾക്കണം. ഇനി നമുക്ക് പാരണാ സമയവും ഏകാദശി ദിവസവും നോക്കാം. കേരളത്തിൽ 26-ാം തീയതിയും 27-ാം തീയതിയും ഏകാദശി തിഥിയുണ്ട്. 25-ാം തീയതി ദശമി.
26-ാം തീയതി ഏകാദശി എടുക്കുകയാണെങ്കിൽ 27-ാം തീയതി പാരണ വീടാം. അതല്ലെങ്കിൽ 27-ഉം കൂടി ആ വ്രതനിഷ്ഠയിൽ ഇരുന്നതിന് ശേഷം 28-ാം തീയതി പാരണ വീടാം. 27-ാം തീയതി പാരണ വീടുന്നുണ്ടെങ്കിൽ പാരണ വീടേണ്ടുന്ന സമയം കേരളത്തിലെയാണ് പറയുന്നത്, ഉച്ചതിരിഞ്ഞാണ്. ഉച്ചതിരിഞ്ഞ് 1:20 മുതൽ 3:40 വരെയുള്ള സമയമാണ്. ഇനി 28-ാം തീയതിയാണ് പാരണ വീടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് വൈഷ്ണവ ഏകാദശി പ്രകാരമാണ് പാരണ വീടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 28-ാം തീയതി രാവിലെ 6:20 മുതൽ 6:23 വരെയാണ് കേരളത്തിലെ സമയം. ഇനി തമിഴ്നാട്ടിലും ഇതുപോലെ തന്നെ 26-നും 27-നും ഏകാദശിയുണ്ട്. 25 ദശമി. 26 ഏകാദശി എടുത്ത് 27-ന് പാരണ വീടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞാണ്. ഉച്ച കഴിഞ്ഞ് 27-ാം തീയതി 1:05 മുതൽ 3:22 വരെ. അതല്ല 26-ഉം 27-ഉം വ്രതനിഷ്ഠയിലിരുന്ന് 28 വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചാണ് ഏകാദശി പാരണ വീടുന്നതെങ്കിൽ 28-ാം തീയതി രാവിലെ തമിഴ്നാട്ടിൽ 6:14 മുതൽ 6:23 വരെയുള്ള സമയം. ഇതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ കർണാടകയിൽ 26-ാം തീയതി മാത്രമേ ഏകാദശിയായി ആചരിക്കേണ്ടതായിട്ടുള്ളൂ. സൂര്യോദയം അനുസരിച്ചിട്ടാണ് കണക്കാക്കുന്നത്. പഞ്ചാംഗം അനുസരിച്ച് കണക്കാക്കി പറയുന്നതാണ്. 26-ാം തീയതി വൈഷ്ണവ ഏകാദശി, 27-ാം തീയതി പാരണ, 10:26 മുതൽ 10:30 വരെ രാവിലെ, 25-ാം തീയതി ദശമി. കർണാടകയിലെ കാര്യമാണ് പറയുന്നത്. ഒന്നും കൂടി പറയാം. കർണാടക 25 ദശമി, 26 ഏകാദശി, 27 പാരണ, രാവിലെ 10:26 മുതൽ 10:30 വരെ. തെലുങ്കാന 26-ാം തീയതി ഏകാദശി, 27 പാരണ, രാവിലെ 10:26 മുതൽ 10:30 വരെ. ഒറീസ 26-ാം തീയതിയുമുണ്ട്, 27-ാം തീയതിയുമുണ്ട് ഏകാദശി, 25 ദശമി. 27-ാം തീയതിയാണ് പാരണ വീടുന്നതെങ്കിൽ 12:41 മുതൽ 2:53 വരെ. ഇനി 26-ഉം 27-ഉം വ്രതനിഷ്ഠയിൽ ഇരുന്നിട്ട് 28-നാണ് പാരണ വീടുന്നതെങ്കിൽ 28-ാം തീയതി രാവിലെ 6:04 മുതൽ 6:23 വരെ. ഗോവ 26-ഉം 27-ഉമുണ്ട്. 27-ാം തീയതി പാരണ വീടുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ 3:46 വരെയാണ്. 28-നാണ് പാരണ വീടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ 6:04 മുതൽ 6:23 വരെ. മഹാരാഷ്ട്ര 26-ന് ഏകാദശി, 27 പാരണ, 27-ാം തീയതിയിലെ പാരണ 10:26 മുതൽ 10:35 വരെ. മധ്യപ്രദേശ് 26-ാം തീയതി ഏകാദശി, 27 പാരണ, 27-ാം തീയതി 10:26 മുതൽ 10:35 വരെ. രാജസ്ഥാൻ 26 ഏകാദശി, 27 പാരണ, 10:26 മുതൽ 10:30 വരെ. ലക്നൗ 26 ഏകാദശി, 27 പാരണ, 10:26 മുതൽ 10:29 വരെ. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. പഞ്ചാബ് 26 ഏകാദശി, 27 പാരണ, 10:26 മുതൽ 10:35 വരെ. ഹരിയാന 26-ാം തീയതി ഏകാദശി, 27 പാരണ, 10:26 മുതൽ 10:27 വരെ. വെറും 1 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. ഹരിയാന 26 ഏകാദശി, 27-ാം തീയതി പാരണ, 10:26 മുതൽ 10:27 വരെ. ഇനി ഗുജറാത്ത് 26 ഏകാദശി, 27 പാരണ, 27-ാം തീയതി രാവിലെ 10:26 മുതൽ 10:38 വരെ. ഡൽഹി 26-ാം തീയതി ഏകാദശി, 27-ാം തീയതി പാരണ, 10:26 മുതൽ 10:29 വരെ. 27-ാം തീയതി രാവിലെ പാരണ വീടണം, 10:26 മുതൽ 10:29 വരെ. ഇനി ആൻഡമാനിൽ 26-നും 27-നും ഏകാദശിയുണ്ട്. 26-ാം തീയതിയാണ് ഏകാദശി എടുത്തിട്ട് 27-ന് പാരണ വീടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 27-ാം തീയതിയിലെ പാരണാസമയം 12:16 മുതൽ 2:34 വരെയാണ്. അതല്ല
26ഉം 27ഉം വ്രതനിഷ്ഠയിൽ ഇരുന്നിട്ട് 28നാണ് പാർണ വിടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 28-ാം തീയതി രാവിലെ 5:22 മുതൽ 6:23 വരെയുള്ള സമയം. ജാർഖണ്ഡ് 26ഉം 27ഉം ഏകാദശിയുണ്ട്. 26-ന് ഏകാദശി എടുത്ത് 27-ന് പാർണ വീടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 12:42 മുതൽ 2:52 വരെയാണ് സമയം. അതല്ല 28-നാണ് പാർണ വീടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 6:12 മുതൽ 6:23 വരെയാണ് സമയം. ആസാമില് 26-നും 27-നും ഏകാദശിയുണ്ട്. 27-ന് പാർണ വീടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 12:15 മുതൽ 2:23 വരെയുള്ള സമയമാണ്. 28-നാണ് പാർണ വീടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 5:51 മുതൽ 6:23 വരെയുള്ള ഉത്തമമായ സമയം. ഇനി കുവൈറ്റിൽ 26 ഏകാദശി, 27 പാരണ, 27-ാം തീയതി രാവിലെ 7:56 മുതൽ 9:51 വരെ. ദോഹ ഖത്തർ 26 ഏകാദശി, 27 പാരണ, 27-ാം തീയതി രാവിലെ 7:56 മുതൽ 9:34 വരെ. ദുബായ് 26-ാം തീയതി ഏകാദശി, 27 പാരണ, 27-ാം തീയതി രാവിലെ 8:56 മുതൽ 10:20 വരെ. ബഹ്റിൻ 26-ാം തീയതി ഏകാദശി, 27 പാരണ, 27-ാം തീയതി രാവിലെ 7:56 മുതൽ 9:39 വരെ. സൗദി അറേബ്യ 26 ഏകാദശി, 27 പാരണ, 7:56 മുതൽ 9:53 വരെ. ഷാർജ 26 ഏകാദശി, 27 പാരണ, 8:56 മുതൽ 10:19 വരെ. അബുദാബി 26 ഏകാദശി, 27 പാരണ, 8:56 മുതൽ 10:21 വരെ. ഒമാൻ 26-ാം തീയതി ഏകാദശി, 27 പാരണ, 8:56 മുതൽ 10:06 വരെ. അമേരിക്കയിൽ 26-ാം തീയതി ഏകാദശി, 27 പാരണ, 7:04 മുതൽ 10:19 വരെ. 27-ാം തീയതി 7:04 മുതൽ 10:19 വരെ. ജോർദാനിൽ 26-ാം തീയതി ഏകാദശി, 27 പാരണ, 27-ാം തീയതി രാവിലെ 7:56 മുതൽ 10:41 വരെ. ഓസ്ട്രേലിയയിൽ 27-ാം തീയതി ഏകാദശി, 28 പാരണ, 28-ാം തീയതി രാവിലെ 5:43 മുതൽ 10:29 വരെ. യു കെ 26 ഏകാദശി, 27 പാരണ, 27-ാം തീയതി രാവിലെ 7:39 മുതൽ 10:25 വരെ. സിംഗപ്പൂര് 27 ഏകാദശി, 28 പാരണ, 6:51 മുതൽ 8:53 വരെ. സാംബിയ 26 ഏകാദശി, 27 പാരണ, 27-ാം തീയതി രാവിലെ 6:56 മുതൽ 9:45 വരെ. ന്യൂസിലാൻഡ് 27-ാം തീയതി ഏകാദശി, 28 പാരണ, 5:44 മുതൽ 10:41 വരെ. ഇപ്പോൾ ഈ പറയുന്നതൊക്കെ വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ടുള്ള ഏകാദശിയും പാരണാസമയങ്ങളുമാണ്. മാലിദ്വീപ്സ് 26 ഏകാദശി, 27 പാരണ, 27-ാം തീയതി രാവിലെ 9:56 മുതൽ 10:01 വരെ. വാൻകോവർ 26 ഏകാദശി, 27 പാരണ, 27-ാം തീയതി 7:42 മുതൽ 10:34 വരെ. അർമേനിയ 26 ഏകാദശി, 27 പാരണ, 27-ാം തീയതി രാവിലെ 8:56 മുതൽ 11:13 വരെ. കാനഡ 26-ാം തീയതി ഏകാദശി, 27 പാരണ, 27-ാം തീയതി രാവിലെ 7:18 മുതൽ 10:20 വരെ. ചൈന 27-ാം തീയതി ഏകാദശി, 28 പാരണ, 28-ാം തീയതി രാവിലെ 6:52 മുതൽ 8:53 വരെ. ഇസ്രായേൽ 26-ാം തീയതി ഏകാദശി, 27 പാരണ, 27-ാം തീയതി രാവിലെ 6:56 മുതൽ 9:44 വരെ. സൗത്ത് ആഫ്രിക്ക 26 ഏകാദശി, 27 പാരണ, 27-ാം തീയതി രാവിലെ 6:56 മുതൽ 10:13 വരെ. ജർമ്മനി 26 ഏകാദശി,
27 പാരണ 27-ാം തീയതി രാവിലെ 7:49 മുതൽ 10:32 വരെ. ജപ്പാൻ 27 ഏകാദശി 28 പാരണ 28-ാം തീയതി രാവിലെ 6:30 മുതൽ 9:49 വരെ. ജപ്പാനിലെ കാര്യമാണ്. ജപ്പാനിൽ 27 ഏകാദശി 28 പാരണ 28 രാവിലെ 6:30 മുതൽ 9:49 വരെ. ഡെൻമാർക്ക് വെസ്റ്റേൺ ഓസ്ട്രേലിയ 27-ാം തീയതി ഏകാദശി 28 പാരണ 28-ാം തീയതി രാവിലെ 4:51 മുതൽ 8:53 വരെ. മലേഷ്യയിൽ 27 ഏകാദശി 28 പാരണ 28-ാം തീയതി രാവിലെ 7:03 മുതൽ 8:53 വരെ. റഷ്യ 27-ാം തീയതി ഏകാദശി 28 പാരണ 28-ാം തീയതി രാവിലെ 8:30 മുതൽ 11:02 വരെ. ഇതാണ് ഏകാദശി പാരണാ സമയങ്ങൾ നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചോദിച്ചോളൂ, കമൻറ്റിന് മറുപടി തരാം. അതുപോലെ തന്നെ അടുത്ത ഏകാദശി മുതൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് ഏകാദശി ദിവസം നമ്മൾ ചിന്തിക്കേണ്ടത്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഏകാദശി വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നവരോട് ഭഗവാന് എന്തെന്നില്ലാത്ത സ്നേഹമാണ്. ഏകാദശി വ്രതത്തിന് ഉപവാസം അനുഷ്ഠിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ മരുന്ന് കഴിക്കുന്നവരുണ്ട്, പ്രായമായവരുണ്ട്, ഗർഭിണികളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവരുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്. അവർക്കൊക്കെ ചിലപ്പോൾ ഉപവസിച്ചിരിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അവർ ചെയ്യേണ്ടുന്ന കാര്യം ഭഗവാൻ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പഴയ കാലത്ത് ഗോതമ്പൊക്കെ കഴിക്കുമായിരുന്നു, ഞാനും കഴിച്ചിട്ടുണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ. പക്ഷേ വൈഷ്ണവർ പറയുന്നത്, അതായത് വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ട് ഒരു വിധത്തിലുള്ള ധാന്യങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ധാന്യങ്ങളെല്ലാം ഒഴിവാക്കുന്നത്. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക, ധാരാളം ജലം കുടിക്കുക, പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുക. കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല നമുക്ക് കഴിക്കാം. അതുപോലെ ചൗവരി പാലിൽ കാച്ചി കുടിക്കുന്നത് വളരെ നല്ലതാണ്, നമുക്ക് ഒട്ടും വിശക്കില്ല, ശരീരത്തിന് വളരെ നല്ലതുമാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അന്നത്തെ ദിവസം എന്ത് കഴിച്ചാലും അതൊന്ന് ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ചതിന് ശേഷം പ്രസാദമായിട്ട് വേണം ഭക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു പഴമാണ് കഴിക്കുന്നതെങ്കിൽ പോലും രാവിലെ അതെല്ലാം ഭഗവാന് ഒന്ന് നൈവേദ്യമായി സമർപ്പിച്ചതിന് ശേഷം ആ പ്രസാദം നമുക്ക് എടുത്തുകൊണ്ട് ഓഫീസിൽ പോകണമെങ്കിൽ പോയി ഉച്ചയ്ക്കൊക്കെ നമുക്ക് കഴിക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പരമാവധി സമയം നാമം ജപിക്കുക. ഏകാദശി വ്രതം എടുത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റേതായ ഒരു ഐശ്വര്യം ഉണ്ടാകും. ഈ ജന്മത്തിൽ നമുക്ക് ഒരുപാട് ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കർമ്മഫലങ്ങളാണ്, അതൊക്കെ നമ്മൾ അനുഭവിക്കണം. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിധത്തിലുള്ള വ്രതങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ എടുക്കുന്നത്. അതല്ലാതെ ഇതങ്ങോട്ട് എടുത്തു കഴിയുമ്പം നാളെ മുതൽ നമുക്ക് ഒരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാകില്ല എന്നാരും കരുതരുത്. ദുഃഖങ്ങൾ എല്ലാ മനുഷ്യർക്കുമുണ്ട്. പക്ഷേ ആ ദുഃഖങ്ങളൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ഒരു കരുത്ത്, ഒന്ന് വീഴുമ്പോൾ മറു കൈകൊണ്ട് നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ള ഒരു ബലം ഭഗവാൻ നമ്മളെ ആ കുഴിയിൽ നിന്നും പിടിച്ച് എഴുന്നേൽപ്പിക്കും. അവിടെ നിന്നൊക്കെ നമ്മൾ അതിജീവിച്ച് മുമ്പോട്ട് പോകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും വ്രതമെടുക്കുന്നതുമൊക്കെ. അതുകൊണ്ട് മനസ്സ് മടുക്കാതെ ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാൻ തരും. ഭാഗവതം കഥകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ആ കഥകളൊക്കെ എല്ലാവരും കേൾക്കണം. അതുപോലെ ഭഗവത്ഗീതയും കുറേശ്ശെ നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. നിരന്തരം നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.